ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടോ? ഈ കുഞ്ഞിനെ ആകെപ്പാട് 13 വയസ്സേ ആയിട്ടുള്ളൂ. 30 നാറികൾ കാരണം ഈ കുഞ്ഞിവിടെ കിടക്കുന്നതാണ്. രാജസ്ഥാനില് വീടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ ഒരു ഓട്ടോ നാറി വന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വിറ്റു. ഒരാഴ്ചക്കുള്ളിൽ ഈ കുഞ്ഞിന്റെ പച്ചമാംസം തിന്നത് 30 പേരാണ്. 1-2 പേരല്ല, 30 പേരാണ്. ഇവന്റെയൊക്കെ മകളുടെ പ്രായം പോലുമില്ല. നീയൊക്കെ എങ്ങനെ ഈ കുഞ്ഞിന്റെ അടുത്ത് പോയടാ? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. നമുക്കൊക്കെ മക്കളുള്ളതാണ്. ഇപ്പോഴേ ഇവന്മാരൊക്കെ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത് ഓർക്കുമ്പോ സത്യം പറയാം ഭയങ്കരമായിട്ട് പേടിയാവുക. ഇത് ഓർക്കുമ്പോ മക്കളുടെ ഓർക്കുമ്പോഴും അപ്പോഴാ ആലോചിക്കുന്നത് നമ്മുടെയൊക്കെ അമ്മമാരും അച്ഛന്മാരും എന്തോരം പേടിച്ചിട്ടുണ്ടാവും നമ്മളെ വളർത്താൻ. ഇപ്പൊ നമുക്ക് ഈ ഒരു മൂവ്മെന്റ് നമ്മളുടെ പിള്ളേരും വന്നപ്പോഴാണ് നമുക്ക് പേടി അറിയുന്നത്. സത്യത്തില് അത്ര ഈ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. 30 നാറികളെയും കിട്ടിയോന്ന് എനിക്കറിയത്തില്ല, 14 വരെ കിട്ടിയിട്ടുണ്ട്. ഇവന്മാരിങ്ങനെ പോകുമ്പോ നിങ്ങൾ ഒന്നാലോചിക്കണം, നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ കുഞ്ഞില്ലേടാ? ഈ കുഞ്ഞിനെ നാളെ ഇങ്ങനത്തെ അവസ്ഥ വരണമെങ്കിൽ നിങ്ങൾ അത് കണ്ടോണ്ട് നിൽക്കൂടാ. വെല്ലോന്റെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണോടാ നിങ്ങൾ ഇപ്പൊ പോയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് നാറികളെ? ഇവന്മാരെ ഉണ്ടല്ലോ ഇപ്പൊ ഈ പോലീസ് പിടിച്ചു. ഈ 30 പേരെ അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. അവനൊക്കെ നല്ല യഥാർത്ഥ പണിഷ്മെന്റ് കൊടുക്കണം. സത്യം പറഞ്ഞു എനിക്കത് കേൾക്കുമ്പം ഇത് കാണുമ്പം വിറയ്ക്കുക. എന്താ പറഞ്ഞ ഈ 30 പേരെ ആ കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എങ്ങനെ കൊച്ചിന് ജീവനോട് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു. എനിക്ക് ഇപ്പൊ നമ്മളെവിടെന്നെങ്കിലും ഒരു പിള്ളേരെ കാണുമ്പോൾ സത്യത്തിൽ പേടിയാവുക. നമുക്കിപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴേ പേടിയാവുക. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണ കാരണം ഇവനൊക്കെ ആലോചിക്കണം. ഇവനൊക്കെ 30 പേരുന്ന ഇവന്റെയൊക്കെ പ്രായത്തിൽ ഇവന്റെയൊക്കെ ഇതുപോലത്തെ മക്കളുണ്ടാവത്തില്ലേ? അവരത് ചിന്തിച്ചില്ലേ? ഇതിന് ദൈവത്തോർത്ത് നല്ല പണിഷ്മെന്റ് ഇവന്മാർക്ക് കൊടുക്കണം. കാരണം നാളെ ഇനി ഒരു കുഞ്ഞു മക്കൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്.